Hi students, welcome to Subu English Learning World. So, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 7th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് CBSE ഫസ്റ്റ് ലെസൺ ഹണികോംബ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ലെസൺ ആയ 3 questions. ഓക്കെ, മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. Before you read, a king has 3 questions and he is seeking answers to them. What are the questions? Does the king get what he wants? A king has 3 questions. ഒരു കിങ്ങിന് എന്തുണ്ടായിരുന്നു? 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. And he is seeking answers to them. അയാൾ എന്താ ചെയ്തിരുന്നത്? അതിന് ഉത്തരം തേടുകയായിരുന്നു ആ ക്വസ്റ്റ്യൻസിൻ്റെ. What are the questions? എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ? Does the king get what he wants? ആ കിങ്ങിന് എന്താണ് അയാൾ ആഗ്രഹിച്ചത്? അത് കിട്ടിയോ? Okay, let's see. 3 questions. Chapter 1. The thought came to a certain king that he would never fail if he knew 3 things. The thought came to a certain king. ഒരു രാജാവിന് ഒരു ചിന്ത വന്നു. എന്താണ്? അയാൾക്ക് ഈ 3 കാര്യങ്ങൾ അറിയുമെങ്കിൽ അയാൾ ഒരിക്കലും പിന്നെ തോൽക്കില്ല എന്നൊരു ചിന്ത. These 3 things were: what is the right time to begin something? Which people should he listen to? What is the most important thing for him to do? So, ഏതൊക്കെയായിരുന്നു ആ ഇമ്പോർട്ടൻ്റ് ആയ 3 കാര്യങ്ങൾ? What is the right time to begin something? ഏതാണ് ഏറ്റവും ശരിയായ സമയം എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ? Which people should he listen to? ആരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആരെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? What is the most important thing for him to do? ഞാൻ എന്ത് കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരാൾ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? The king therefore sent messengers throughout his kingdom, promising a large sum of money to anyone who would answer these 3 questions. The king therefore sent messengers throughout his kingdom. അങ്ങനെ ആ രാജാവ് എന്ത് ചെയ്തു? അയാളുടെ രാജ്യത്ത് മുഴുവനും മെസ്സഞ്ചേഴ്സിനെ അയച്ചു. പ്രോമിസിങ് എ ലാർജ് സം ഓഫ് മണി ടു, സന്ദേശകരെ അയച്ചു. Promising a large sum of money to anyone who would answer these questions. അതുപോലെ തന്നെ രാജാവ് അവർക്കൊരു ഓഫറും കൊടുത്തിരുന്നു. എന്താണ്? ആരാണ് ഈ ക്വസ്റ്റ്യൻസിന് കറക്റ്റ് ഉത്തരം നൽകുന്നത് അവർക്ക് എന്ത് കിട്ടും? ഒരുപാട് പൈസ ഓഫർ ചെയ്തിരുന്നു. Many wise men came to the king, but they all answered his questions differently. കുറേ ബുദ്ധിമാന്മാർ രാജാവിൻ്റെ അടുത്തേക്ക് വന്നു, പക്ഷെ അവരുടെ എല്ലാം ഉത്തരങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. In reply to the first question, some said the king must prepare a timetable and then follow it strictly. ഫസ്റ്റ് ക്വസ്റ്റ്യന് ഉത്തരമായിട്ട് ചിലരെന്താ പറഞ്ഞത്? രാജാവ് എന്ത് ചെയ്യണം? ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം, എന്നിട്ട് അത് കൃത്യമായി ഫോളോ ചെയ്യണം. Only in this way, they said, could he do everything at its proper time. ഓൺലി ഇൻ ദിസ് വേ, ഈ വഴിയിലൂടെ മാത്രമേ രാജാവിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ സമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. Others said that it was impossible to decide in advance the right time for doing something. അതുപോലെ തന്നെ മറ്റുള്ളവർ പറഞ്ഞു, നമുക്ക് മുൻകൂട്ടിയിട്ട് ഏതാണ് നല്ല സമയം, ഒരു കാര്യം ചെയ്യാൻ ഏതാണ് നല്ല സമയം എന്ന് മുൻകൂട്ടിയിട്ട് തീരുമാനിക്കാൻ ഇമ്പോസിബിൾ ആണ്, പറ്റില്ല എന്ന്. The king should notice all that was going on, avoid foolish pleasures and always do whatever seemed necessary at the time. It others said that the king needed a council of wise men who would help him act the proper time. അപ്പോൾ വേറെ കുറച്ച് പേര് എന്താ പറഞ്ഞത്? ഈ രാജാവിന് ഒരു കൗൺസിൽ ഓഫ് വൈസ് മെൻ, ബുദ്ധിമാന്മാരുടെ ഒരു കൂട്ടം തന്നെ വേണം. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അവർക്ക് രാജാവിനെ സഹായിക്കാൻ പറ്റും. ഏതാണ് നല്ല സമയം, ആ നല്ല സമയം ഏതാണെന്നൊക്കെ പറയാനും ആക്ട് ചെയ്യാനൊക്കെ രാജാവിനെ സഹായിക്കാൻ പറ്റും. This was because one man would find it impossible to decide correctly without help from others the right time for every action. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ വേണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റില്ല. വിത്തൗട്ട് ദ ഹെൽപ്പ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒരാൾക്ക് ഒരു വലിയ കാര്യമൊന്നും തീരുമാനിക്കാനും ഉത്തരം കണ്ടെത്താനും കഴിയില്ല. അതുകൊണ്ടാണ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേണമെന്ന് പറഞ്ഞത്, ഒരു കൂട്ടം പേര്. But then others said that there were some things which could be urgent. This thing could not wait for the decision of the council. അപ്പൊ വേറെ ചിലർ ഇതിനെ വാദിച്ചു. എന്താ പറഞ്ഞത്? അത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ചില കാര്യങ്ങൾ ഉണ്ടാവും, അതെന്തായിരിക്കും? അർജന്റ് ആയിരിക്കും. അപ്പൊ അർജന്റ് ആയ ഒരു കാര്യം ചെയ്യുന്നതിന് ശരിയായ സമയം ഏതാണെന്ന് അറിയാൻ ഒരു കൗൺസിലിന്റെ തീരുമാനത്തെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. In order to decide the right time for doing something, it is necessary to look into the future, and magician could do that. The king therefore would have to go to magician. ചിലർ പറഞ്ഞു ഈ ഫ്യൂച്ചർ, ഭാവി കാലങ്ങളൊക്കെ പ്രവചിക്കാൻ കഴിയുന്നത് മജീഷ്യൻസിന് മാത്രമാണ്. അപ്പോൾ കിങ് എന്ത് ചെയ്യണം? മജീഷ്യൻസിന്റെ അടുത്തേക്ക് പോകണമെന്ന് മറ്റു ചിലരും പറഞ്ഞു. In their answers to the second question, some said that people most necessary to the king were his counselors. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആരാണ് ഒരു രാജാവിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആള്? ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് വന്നത് എന്തൊക്കെയായിരുന്നു? ചിലർ പറഞ്ഞു എന്താണ്? were his counselors, അദ്ദേഹത്തിന്റെ കൗൺസിലേഴ്സ് ആണ്, ഉപദേശകരാണെന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു എന്താണ്? priestess, പുരോഹിതനാണ്. few others choose the doctors, ചിലർ പറഞ്ഞു രാജാവിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഡോക്ടേഴ്സ് ആണെന്ന്. and yet others said that his soldiers were the most necessary. മറ്റു ചിലർ എന്താ പറഞ്ഞത്? രാജാവിന് അദ്ദേഹത്തിന്റെ സോൾജിയേഴ്സ്, പടയാളികളാണ് ഏറ്റവും ആവശ്യം എന്ന്. To the third question, some said science, others choose fighting, and yet others religious worship. ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയ ബിസിനസ്? അതായിരുന്നില്ലേ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ തേർഡ് ക്വസ്റ്റ്യൻ ഉത്തരമായിട്ട് ചിലരെന്താ പറഞ്ഞത്? സയൻസ് ആണെന്ന്. മറ്റു ചിലരെന്ത് പറഞ്ഞു? ഫൈറ്റിംഗ്, യുദ്ധം ചെയ്യലാണെന്ന്. മറ്റു ചിലർ പറഞ്ഞു റിലീജിയസ് വേർഷിപ്പ്, ആരാധന, മതാചാരങ്ങളുടെ ആരാധനയാണെന്ന് മറ്റു ചിലർ പറഞ്ഞു. As the answers to his questions were so different, the king was not satisfied and gave no reward. ഈ ഉത്തരങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായതുകൊണ്ട് കിങ്ങിന് തീരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, തീരെ സംതൃപ്തനായിരുന്നില്ല രാജാവ്. അതുകൊണ്ട് ആർക്കും മണിയൊന്നും കൊടുത്തില്ല, പൈസയൊന്നും റിവാർഡൊന്നും കൊടുത്തില്ല. ഇൻസ്റ്റെഡ് ഹി ഡിസൈഡഡ് ടു സീക്ക് ദ അഡ്വൈസ് ഓഫ് എ സർട്ടൻ ഹെർമിറ്റ്. പകരം അയാൾ എന്ത് ചെയ്തത്? ഒരു ഹെർമിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന, കാട്ടിലൊക്കെ താമസിക്കുന്ന ഒരു സന്യാസിയെ പോലുള്ള ആള്. അപ്പൊ അയാളുടെ ഉപദേശം തേടാമെന്ന് രാജാവ് തീരുമാനിച്ചു. ഹു വാസ് വൈഡ്ലി നോൺ ഫോർ ഹിസ് വിസ്ഡം. അയാളൊക്കെ എന്താണ്? വളരെയധികം ബുദ്ധിമാനായിരിക്കും ഒരു ഹെർമിറ്റ്. അപ്പൊ അയാളിൽ നിന്ന് ഉത്തരം തേടാമെന്ന് രാജാവ് തീരുമാനിച്ചു. ദ ഹെർമിറ്റ് lived in a wood which he never left. ഹെർമിറ്റ് എവിടെയാണ് താമസിച്ചിരുന്നത്? കാട്ടിൽ ഒരു ചെറിയ വുഡിന്റെ വീടുണ്ടാക്കിയിട്ട് അതിലായിരുന്നു താമസിച്ചിരുന്നത്. He saw no one but simple people, so then the king put on ordinary clothes. അപ്പോൾ ഈ ഹെർമിറ്റ് കാടിന്റെ പുറത്തേക്കൊന്നും വരാത്തത് കൊണ്ട് അയാൾ സിമ്പിളായ ആളുകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു? അയാൾക്ക് പേടിയൊന്നും വരാതിരിക്കാൻ രാജാവ് സാധാരണ ഡ്രസ്സുകൾ എടുത്തിട്ടു. ബിഫോർ ഹി റീച്ച്ഡ് ദ ഹെർമിറ്റ്സ് ഹട്ട്, ദ കിങ് ലെഫ്റ്റ് ഹിസ് ഹോഴ്സ് വിത്ത് ഹിസ് ബോഡി ഗാർഡ് ആൻഡ് വെന്റ് ഓൺ എലോൺ. അതുപോലെ ആ ഹെർമിറ്റിന്റെ കുടിലിന്റെ അടുത്ത് എത്തിയപ്പോൾ രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡിനെയും കുതിരേനെയും ഒക്കെ ഉപേക്ഷിച്ചു രാജാവ്. As the king came near the hermit's hut, he saw the hermit digging the ground in front of his hut.
അപ്പോൾ രാജാവ് അവിടെ എത്തിയപ്പോൾ, കുടിലിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ എന്താ കണ്ടത്? ഹെർമിറ്റ് എന്താ ചെയ്തിരുന്നത്? ഹെർമിറ്റ് വാസ് ഡിഗിങ്. ഹെർമിറ്റ് കുഴിക്കുകയായിരുന്നു. ആ മൈതാനത്ത് ചുറ്റുമുള്ള പറമ്പിലൊക്കെ എന്താ ചെയ്യുന്നത്? കുഴിക്കുകയായിരുന്നു. ഹി ഗ്രേറ്റഡ് ദ കിങ് ആൻഡ് കണ്ടിന്യൂഡ് ഡിഗിങ്. രാജാവിനെ കണ്ടപ്പോൾ ഹെർമിറ്റ് എന്ത് ചെയ്തു? നമസ്കാരമൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും തൻ്റെ കുഴി കുഴിക്കുന്ന പ്രോസസ്സ്, പണി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ദ ഹെർമിറ്റ് വാസ് ഓൾഡ് ആൻഡ് വീക്ക് ആൻഡ് ആസ് ഹി വർക്ക്ഡ് ഹി ബ്രീത്ത്ഡ് ഹെവിലി. ഹെർമിറ്റ് വളരെ ക്ഷീണിച്ച് വയസ്സനായ ഒരാളായിരുന്നു. ആൻഡ് ആസ് ഹി വർക്ക്ഡ് ഹി ബ്രീത്ത്ഡ് ഹെവിലി. അതുപോലെ അയാൾ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ പാടുപെട്ട്, നല്ല കഷ്ടപ്പെട്ട് ശ്വസിക്കുന്നുണ്ടായിരുന്നു, വയസ്സായത് കാരണം. ദ കിങ് വെന്റ് അപ്പ് ടു ദ ഹെർമിറ്റ് ആൻഡ് സെഡ്, ഐ ഹാവ് കം ടു യു വൈസ് ഹെർമിറ്റ് ടു ആസ്ക് യു ടു ആൻസർ 3 questions. കിങ് എന്ത് ചെയ്തു? രാജാവ് ഹെർമിറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ബുദ്ധിമാനായ ഹെർമിറ്റെ, നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. എന്നിട്ട് ചോദ്യങ്ങൾ പറയാണ്. ഹൗ ക്യാൻ ഐ ലേൺ ടു ഡു ദ റൈറ്റ് തിങ് അറ്റ് ദ റൈറ്റ് ടൈം? എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുക ഒരു നല്ല കാര്യം ചെയ്യുന്നതിനുള്ള ശരിയായ സമയം ഏതാണെന്ന് എങ്ങനെ എനിക്ക് മനസ്സിലാവും? ഹു ആർ ദ പീപ്പിൾ ഐ നീഡ് മോസ്റ്റ്? ഏതൊക്കെ ആളുകളാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്? ആൻഡ് വാട്ട് അഫെയേഴ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? അതുപോലെ എന്ത് കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഞാൻ ചെയ്യേണ്ടത്? എന്ത് കാര്യമാണ്? ദ ഹെർമിറ്റ് ലിസൺഡ് ടു ദ കിങ് ബട്ട് ഹി ഡിഡ് നോട്ട് സ്പീക്ക്. ആ ഹെർമിറ്റ് അപ്പോൾ അത് ഫുള്ള് ശ്രദ്ധിച്ചു, പക്ഷെ ഒന്നും മിണ്ടിയില്ല. ഹി വെൻറ്റ് ഓൺ ഡിഗിങ്. അവൻ എന്ത് ചെയ്തു? കുഴിച്ചുകൊണ്ടേയിരുന്നു. യു ആർ ടയേർഡ് സെഡ് ദ കിങ്, ലെറ്റ് മീ ടേക്ക് ദ സ്പേഡ് ആൻഡ് വാക്ക് ഇൻ യുവർ പ്ലേസ്. അപ്പോൾ രാജാവ് പറയാണ്, യു ആർ ടയേർഡ്, നിങ്ങൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് ഹെർമിറ്റെ. ലെറ്റ് മീ ടേക്ക് ദ സ്പേഡ് ആൻഡ് വാക്ക് ഇൻ യുവർ പ്ലേസ്. എനിക്ക് ആ സ്പേഡ് പറഞ്ഞാൽ കുഴിക്കാനുള്ളൊരു ടൂളാണ്, അതൊന്ന് തരൂ, ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് ഒന്ന് ജോലി ചെയ്യട്ടെ. താങ്ക്സ് സെഡ് ദ ഹെർമിറ്റ്. അപ്പോൾ ഹെർമിറ്റ് എന്ത് പറഞ്ഞു? താങ്ക്സ് എന്ന് പറഞ്ഞു. ഗിവിങ് ദ കിങ് ഹിസ് സ്പേഡ്. ലുക്ക് അറ്റ് ദ പിക്ചർ, യു ക്യാൻ സീ ഗിവിങ് ദ കിങ് ഹിസ് സ്പേഡ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ രാജാവിന് സ്പേഡ് കൊടുത്തു. ദെൻ ഹി സാറ്റ് ഡൗൺ ഓൺ ദ ഗ്രൗണ്ട്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ആ ഗ്രൗണ്ടിൽ അവിടെ ഇരുന്നു. When the king had dug 2 beds, he stopped and repeated his questions. അപ്പോൾ രാജാവ് 2 കുഴി, ബഡ് മീൻസ് അങ്ങനെ ചെടികളൊക്കെ നടാനുള്ള 2 കുഴികൾ കുഴിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് എന്ത് ചെയ്തു? വീണ്ടും, ബഡ്സ് മീൻസ് എ പീസ് ഓഫ് ലാൻഡ് ഫോർ പ്ലാന്റിങ്. ഓക്കെ, ഹി സ്റ്റോപ്ഡ് ആൻഡ് റിപ്പീറ്റഡ് ഹിസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അയാൾ നിർത്തിയിട്ട്, കുഴി കുഴിക്കണമൊക്കെ നിർത്തിയിട്ട് രാജാവ് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു. ദ ഹെർമിറ്റ് ഗേവ് നോ ആൻസർ. പക്ഷേ ഹെർമിറ്റ് എന്ത് ചെയ്തില്ല? ഒരു ഉത്തരവും പറഞ്ഞില്ല. ബട്ട് സ്റ്റുഡ് അപ്പ് സ്ട്രെച്ചിങ് ഔട്ട് ഹിസ് ഹാൻഡ് ഫോർ ദ സ്പേഡ്. എന്നിട്ട് അയാൾ എന്താ ചെയ്തത്? കൈ നീട്ടിയിട്ട് ആ സ്പേഡിന് വേണ്ടി ചോദിച്ചു. ആൻഡ് സെറ്റ്, നൗ യു റെസ്റ്റ്, ലെറ്റ് മീ വാക്ക്. ഇനി രാജാവ്, നിങ്ങൾ റെസ്റ്റ് ചെയ്യൂ. രാജാവിനോട് പറയണേ, നിങ്ങൾ റെസ്റ്റ് ചെയ്യൂ, ലെറ്റ് മീ വാക്ക്, ഞാൻ വർക്ക് ചെയ്യട്ടെ. ബട്ട് ദ കിങ് ഡിഡ് നോട്ട് ഗിവ് ഹിം ദ സ്പേഡ് ആൻഡ് കണ്ടിന്യൂഡ് ടു ഡിഗ്. പക്ഷെ രാജാവ് എന്ത് ചെയ്തില്ല? ആ സ്പേഡ് കൊടുത്തില്ല. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? രാജാവ് കുഴി കുഴിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. 1 hour passed, then another. The sun went down behind the trees. 1 മണിക്കൂർ കഴിഞ്ഞു, സൂര്യനൊക്കെ അസ്തമിച്ചിരിക്കുന്നു മരങ്ങളുടെ താഴെ. At last the king stuck the spade into the ground and said, I came to you, wise man, for an answer to my questions. If you can give me no answer, tell me so and I will return home. അപ്പോൾ രാജാവ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് രാജാവ് പറയുകയാണ് ആ ഹെർമിറ്റിനോട്, ഐ കെയിം ടു യു വൈസ് മാൻ ഫോർ ആൻ ആൻസർ ടു മൈ ക്വസ്റ്റ്യൻസ്. ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഉത്തരങ്ങൾ, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടാനാണ് ബുദ്ധിമാനായ മനുഷ്യ. ഇഫ് യു ക്യാൻ ഗിവ് മീ നോ ആൻസർ, നിങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയില്ലെങ്കിൽ എന്നോടത് പറയൂ, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോട്ടെ. ഹിയർ കംസ് സമ്മൺ റണ്ണിങ് സെഡ് ദ ഹെർമിറ്റ്. അപ്പോൾ എന്താണ് ഹെർമിറ്റ് പറയുന്നത്? ആരോ ഒരാൾ ഓടി വരുന്നുണ്ടല്ലോ. ദ കിങ്
turned round and saw a bearded man running towards them. അപ്പോൾ രാജാവ് കണ്ടു എന്താണ്, രാജാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെ കണ്ടത്? ബിയർഡഡ് മാൻ, ഒരു കഷണ്ടിക്കാരനായ ആള് വരികയാണ്. റണ്ണിങ് ടുവേർഡ്സ് ദം, അവരുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ഹിസ് ഹാൻഡ്സ് വർ പ്രസ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് സ്റ്റൊമക്ക്, അയാളുടെ കൈകൾ അയാൾ എന്ത് ചെയ്തിരിക്കുന്നു? വയറും അങ്ങനെ അമർത്തി പിടിച്ചിട്ടുണ്ട്. ഫ്രം വിച്ച് ബ്ലഡ് വാസ് ഫ്ലോയിങ്, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? രക്തം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. വെൻ ഹി റീച്ച്ഡ് ദ കിങ് ഹി ഫെയിൻറ്റഡ് ആൻഡ് ഫെൽ ടു ദ ഗ്രൗണ്ട്, അയാൾ രാജാവിൻ്റെ അടുത്തെത്തിയപ്പോൾ, ആ മുറിവേറ്റ മനുഷ്യൻ രാജാവിൻ്റെ അടുത്തെത്തിയപ്പോൾ അയാൾ തളരുകയും തളർന്ന് ഗ്രൗണ്ടിലേക്ക്, ആ നിലത്തേക്ക് വീണു. ദ കിങ് ആൻഡ് ദ ഹെർമിറ്റ് removed the man's clothing and found a large wound in his stomach. രാജാവും ഹെർമിറ്റും കൂടി എന്ത് ചെയ്തു? അയാളുടെ, ആ മനുഷ്യൻ്റെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റി. അപ്പോൾ വയറിൽ എന്ത് കണ്ടു? ഒരു വലിയ മുറി കണ്ടു. ദ കിങ് വാഷ്ഡ് ആൻഡ് കവേർഡ് ഇറ്റ് വിത്ത് ഹിസ് ഹാൻഡ് കർച്ചീഫ്, രാജാവ് ആ മുറിയൊക്കെ കഴുകി അയാളുടെ ഹാൻഡ് കർച്ചീഫ് കൊണ്ട് കവർ ചെയ്തു, കെട്ടിക്കൊടുത്തു. ബട്ട് ദ ബ്ലഡ് വുഡ് നോട്ട് സ്റ്റോപ്പ് ഫ്ലോയിങ്, പക്ഷേ ഇപ്പോഴും ചോര നിൽക്കുന്നില്ല. ദ കിങ് റീഡ്രസ്ഡ് ദ വൗണ്ട് അണ്ടിൽ അറ്റ് ലാസ്റ്റ് ദ ബ്ലീഡിങ് സ്റ്റോപ്ഡ്, രാജാവ് വീണ്ടും വീണ്ടും മുറിവ് മാറ്റിക്കെട്ടിക്കൊണ്ടിരുന്നു, ആ ബ്ലീഡിങ്, രക്തം ഒഴുകുന്നത് നിൽക്കുന്നത് വരെ. ദ മാൻ ഫെൽറ്റ് ബെറ്റർ ആൻഡ് ആസ്ക്ഡ് ഫോർ സംതിങ് ടു ഡ്രിങ്ക്, ഇപ്പോൾ ആ മനുഷ്യന് എന്ത് തോന്നുന്നുണ്ട്? നല്ല കുഴപ്പമില്ല തോന്നി, ബ്ലീഡിംഗ് ഒക്കെ നിന്നപ്പോൾ. എന്നിട്ട് അയാൾ എന്ത് ചോദിച്ചു? എന്തെങ്കിലും കുടിക്കാൻ ചോദിച്ചു. ദ കിങ് ബ്രോഡ് ഫ്രഷ് വാട്ടർ ആൻഡ് ഗാവ് ഇറ്റ് ടു ഹിം, രാജാവ് നല്ല ഫ്രഷ് വാട്ടർ കൊടുത്തിട്ട് അയാൾക്ക് കൊടുത്തു. ബൈ ദിസ് ടൈം ദ സൺ ഹാഡ് സെറ്റ് ആൻഡ് ദ എയർ വാസ് കൂൾ, ഈ സമയത്ത് സൂര്യനൊക്കെ അസ്തമിച്ച് നല്ല തണുപ്പുള്ള സമയമായിരുന്നു. ദ കിങ് വിത്ത് ദ ഹെർമിറ്റ്സ് ഹെൽപ്പ് ക്യാരിഡ് ദ വൗണ്ടഡ് മാൻ ഇൻ ടു ദ ഹട്ട്, രാജാവ് ഈ ഹെർമിറ്റിൻ്റെ സഹായത്തോടെ ആ മുറിവേറ്റ മനുഷ്യനെ എടുത്ത് കുടിലിൻ്റെ ഉള്ളിലേക്ക് ആൻഡ് ലൈഡ് ഹിം ഓൺ ദ ബെഡ്, കുടിലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ബെഡിൽ കടത്തി. ദ മാൻ ക്ലോസ്ഡ് ഹിസ് ഐസ് ആൻഡ് ലേ ക്വയറ്റ്, ആ മനുഷ്യൻ കണ്ണുകളൊക്കെ അടച്ച് നല്ല ശാന്തനായി കിടന്നു. ദ കിങ് ട്രൈഡ് ബൈ ഹിസ് വാക്ക് ആൻഡ് വർക്ക് ഹി ഹാഡ് ഡൺ ലേ ഡൗൺ ഓൺ ദ ഫ്ലോർ ആൻഡ് സ്ലെപ്റ്റ് ത്രൂ ദ നൈറ്റ്, രാജാവും അതേ ഇങ്ങനെ വർക്കൊക്കെ ചെയ്ത് ക്ഷീണിച്ച് രാജാവും ആ രാത്രി അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. വെൻ ഹി അവോക്ക് ഇറ്റ് വാസ് സെവറൽ മിനിറ്റ്സ് ബിഫോർ ഹി കുഡ് റിമെമ്പർ where he was or who the strange bearded man lying on the bed was. Where he was and who the bearded strange man lying on the bed was. അപ്പോൾ forgive me, said the bearded man in a weak voice. ഉണർന്നെണീറ്റപ്പോൾ ആ ബിയർഡഡ് മാൻ, മുറിവേറ്റ മനുഷ്യൻ എന്താ പറയുന്നത്? ഫോർഗീവ് മീ, എനിക്ക് മാപ്പ് തരൂ. വെൻ ഹി സോ ദാറ്റ് ദ കിങ് വാസ് അവേക്ക്, രാജാവ് എണീറ്റു എന്ന് കണ്ടപ്പോൾ ആ മുറിവേറ്റ മനുഷ്യൻ എന്താ പറയുന്നത്? എനിക്ക് മാപ്പ് തരൂ എന്ന് രാജാവിനോട് പറയും. I do not know you and you have nothing to forgive you for, said the king. I do not know you, എനിക്ക് നിങ്ങളെ അറിയില്ല, അതുപോലെ നിങ്ങൾ മാപ്പ് തരാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടുമില്ല. said the king, മാപ്പ് തരാൻ വേണ്ടി നിങ്ങൾ എന്നോട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് രാജാവ് പറയും. യു ഡു നോട്ട് നോ മീ ബട്ട് ഐ നോ യു, നിങ്ങൾക്ക് എന്നെ അറിയില്ല പക്ഷേ എനിക്ക് നിങ്ങളെ അറിയാം. ഐ ആം ദാറ്റ് എനിമി ഓഫ് യുവേഴ്സ്, ഞാൻ നിങ്ങളുടെ ശത്രുവാണ്. ഹു സോർ റിവഞ്ച് ഓൺ യു, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യുന്ന സത്യം ചെയ്തവനാണ്. ബിക്കോസ് യു പുട്ട് മൈ ബ്രദർ ടു ഡെത്ത് ആൻഡ് സീസ്ഡ് മൈ പ്രോപ്പർട്ടി, കാരണം നിങ്ങൾ എൻ്റെ സഹോദരൻ്റെ മരണത്തിന് കാരണമാവുകയും അയാളുടെ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ സാധനങ്ങളും എന്താണ് സീസ് ചെയ്തിരിക്കുന്നു. I knew you had gone alone to see that hermit. I made up my mind to kill you on your way home. നിങ്ങൾ ഹെർമിറ്റിനെ കാണാൻ ഒറ്റയ്ക്ക് പോയ കാര്യം എനിക്കറിയാം. അപ്പോൾ ഞാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട്, നിങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കൊല്ലാൻ വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു.
ബട്ട് ദ ഡേ പാസ്റ്റ്, പക്ഷെ ഒരു ദിവസം കഴിഞ്ഞു. ആൻഡ് യു ഡി നോട്ട് റിട്ടേൺ, പക്ഷെ നിങ്ങൾ തിരിച്ചു വന്നില്ല. സോ ഐ ലെഫ്റ്റ് മൈ ഹൈഡിങ് പ്ലേസ്, സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്നു. ഐ കെയിം അപ്പ് ഓൺ യുവർ ബോഡി ഗാർഡ് ഹു റെക്കഗ്നൈസ്ഡ് മീ ആൻഡ് വൗണ്ടഡ് മീ, നിങ്ങളുടെ പരിചാരകര് ബോഡി ഗാർഡ് എന്നെ തിരിച്ചറിയുകയും ഞാൻ മുറിവേൽക്കപ്പെടുകയും ചെയ്തു. ഐ എസ്കേപ്ഡ് ഫ്രം ഹിം ബട്ട് ഐ ഷുഡ് ഹാവ് ഡൈഡ് ഇഫ് യു ഹാഡ് നോട്ട് ഡ്രസ്ഡ് മൈ വൗണ്ട്സ്. ഇപ്പോൾ നിങ്ങളിങ്ങനെ എൻ്റെ മുറിവുകൾ കെട്ടിത്തന്നിട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചിരുന്നു. ഐ വിഷ്ഡ് ടു കിൽ യു ആൻഡ് യു ഹാവ് സേവ്ഡ് മൈ ലൈഫ്. ഞാൻ നിങ്ങളെ കൊല്ലാൻ ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു, എൻ്റെ ജീവൻ രക്ഷിച്ചു. നൗ ഇഫ് ഐ ലൈവ് I will serve you as your most faithful servant and will order my sons to do the same. Forgive me. ഇപ്പോൾ ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളെ നല്ല പോലെ പരിചരിക്കും. ആസ് യുവർ മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, നിങ്ങളുടെ വിശ്വസ്തനായ പരിചാരകനെ പോലെ നിങ്ങളെ ഞാൻ പരിചരിക്കും. ആൻഡ് വിൽ ഓർഡർ മൈ സൺസ് ടു ഡു ദ സെയിം, അതുപോലെ ഞാൻ എൻ്റെ മക്കളോടും പറയും ഇങ്ങനെ നിങ്ങളെ പരിചരിക്കാൻ. ഫോർഗീവ് മീ, എന്നോടേക്ക് മാപ്പ് തരൂ എന്ന് ആ മുറിവേറ്റ മനുഷ്യൻ രാജാവിനോട് പറയും. ദ കിങ് വാസ് വെരി ഹാപ്പി ടു ഹാവ് മെയ്ഡ് പീസ് വിത്ത് ഹിസ് എനിമി സോ ഈസിലി. രാജാവ് അന്ന് വളരെ സന്തോഷവാനായി. എന്താണ്, അയാളുടെ ശത്രുവിനോട് അയാൾക്ക് ഇത്ര പെട്ടെന്ന് ആ ശത്രുവുമായി ഒരു സമാധാന സന്ധി ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ. ആൻഡ് ടു ഹാവ് വൺ ഹിം ഓവർ ആസ് എ ഫ്രണ്ട്, അതുപോലെ ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടി, ഫ്രണ്ടായി മാറി. ഹി നോട്ട് ഓൺലി ഫോർഗേവ് ഹിം ബട്ട് സെഡ് ഹി വുഡ് സെൻഡ് ഹിസ് സെർവൻസ്. അപ്പോൾ രാജാവ് മാപ്പ് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹത്തിൻ്റെ പരിചാരകരെ അവന് വേണ്ടിയിട്ട് അയച്ചു. ആൻഡ് ഹിസ് ഓൺ ഡോക്ടേഴ്സ് ടു ലുക്ക് ആഫ്റ്റർ ഹിം, അതുപോലെ രാജാവിൻ്റെ ഡോക്ടേഴ്സ് എന്ത് ചെയ്തു, ഈ വൗണ്ടഡ് മാനെ പരിചരിച്ചു. ആൻഡ് ഹി പ്രോമിസ്ഡ് ടു ഗീവ് ബാക്ക് ദ മാൻ ഹിസ് പ്രോപ്പർട്ടി, അതുപോലെ രാജാവ് സത്യം ചെയ്തു ആ പ്രോപ്പർട്ടീസൊക്കെ, ആ സ്ഥലവും സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാം എന്നുള്ളത്. Leaving the wounded man, the king went out of the hut and looked round for the hermit. Leaving the wounded man, ആ wounded man മുറിവേറ്റ മനുഷ്യൻ പോയപ്പോൾ രാജാവ് വീണ്ടും ഹെർമിറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ബിഫോർ ഗോയിങ് അവേ ഹി വിഷ്ഡ് വൺസ് മോർ ടു ഗെറ്റ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചോദിച്ചു നോക്കുകയാണ്. ദ ഹെർമിറ്റ് വാസ്, ആ ചോദ്യങ്ങൾ രാജാവ് ഹെർമിറ്റിനോട് ഒന്നും കൂടി ചോദിച്ചു നോക്കുകയാണ്. The hermit was on his knees sowing seeds in the buds that had been dug the day before. ഹെർമിറ്റ് എന്താ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ മുട്ടുകാലിൽ കുനിഞ്ഞിരുന്നിട്ട് അയാൾ ആ ഇന്നലെ കുഴിച്ച കുഴികളിലെല്ലാം എന്താണ് വിത്ത് വിതക്കിയാണ്. കുഴിയല്ല, ആക്ച്വലി തടം എന്നൊക്കെ പറയില്ലേ. The king went up to the hermit and said, "For the last time I beg you to answer my questions, wise man." അപ്പോൾ രാജാവ് ഹെർമിറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് പറയാണ്, ഞാൻ അവസാനമായി യാചിക്കുകയാണ്, എൻ്റെ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറഞ്ഞു തരണേ. യു ഹാവ് ഓൾറെഡി ബീൻ ആൻസേർഡ്. അപ്പോൾ എന്താണ് ഹെർമിറ്റ് പറയുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി എന്താണ് ഉത്തരങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നു. സെഡ് ദ ഹെർമിറ്റ് സ്റ്റിൽ ബെൻഡിങ് ഡൗൺ ടു ദ ഗ്രൗണ്ട് ആൻഡ് ലുക്കിംഗ് അപ്പ് അറ്റ് ദ കിങ് ആസ് ഹി സ്റ്റുഡ് ബിഫോർ ഹിം. ഹൗ ഹാവ് ഐ ബീൻ ആൻസേർഡ്, വാട്ട് ഡു യു മീൻ? എങ്ങനെയാണ് ഞാൻ ഉത്തരങ്ങളൊക്കെ എനിക്ക് കിട്ടി എന്ന് പറയാൻ പറ്റും? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രാജാവ് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. ഡു യു നോട്ട് സീ, നിങ്ങൾ കണ്ടില്ലേ? റിപ്ലൈഡ് ദ ഹെർമിറ്റ്, ഇഫ് യു ഹാഡ് നോട്ട് pitied my weakness yesterday and had not dug these buds for me. ഇപ്പം നിങ്ങൾ ഇന്നലെ എൻ്റെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുഴികൾ കുഴിച്ചിട്ടില്ലെങ്കിൽ യു വുഡ് ഹാവ് ഗോൺ എവേ, നിങ്ങൾ പോയിരുന്നു ഇവിടുന്ന്. ദെൻ ദ മാൻ വുഡ് ഹാവ് അറ്റാക്ക്ഡ് യു, അപ്പോൾ നിങ്ങളെ ആ മനുഷ്യൻ എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും, ആക്രമിക്കുമായിരുന്നു. ആൻഡ് യു വുഡ് ഹാവ് വിഷ്ഡ് യു ഹാഡ് സ്റ്റേഡ് വിത്ത് മീ. സോ
സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം വാസ് വെൻ യു വർ ഡിഗിങ് ദ ബഡ്സ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സമയം ഏതായിരുന്നു? കുഴികൾ കുഴിക്കുന്ന ആ സമയമായിരുന്നു. ആൻഡ് ഐ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാൻ. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആൾ എന്ന് പറയുന്നത് ആരായിരുന്നു നിങ്ങൾക്കപ്പോൾ? ഞാനായിരുന്നു. ആൻഡ് ടു ഡൂ മീ ഗുഡ് വാസ് യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ്. എനിക്ക് വേണ്ടി നല്ലത് ചെയ്യുക, എനിക്ക് കുഴികൾ കുഴിച്ചു തരിക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ നല്ല ബിസിനസ്, നല്ല പ്രവൃത്തി. Afterwards, when the man ran to us, the important time was when you were caring for him. അപ്പോൾ പിന്നീട് ആ വൗണ്ടഡ് മാൻ, ആ മുറിവേറ്റ മനുഷ്യൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ അയാളാണ് പിന്നെ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയ മനുഷ്യൻ. Because if you had not dressed his wounds, he would have died without having made peace with you. കാരണം നിങ്ങളപ്പോൾ അയാളുടെ മുറിവ് ഒന്നും ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ മരിച്ചു പോയിരുന്നു. മരിച്ചു പോവുക മാത്രമല്ല, നിങ്ങളുമായിട്ടൊരു സമാധാനം എത്താതെ അയാൾ മരിച്ചു പോയിരുന്നു. സോ ഹി വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാൻ. ആ സമയത്ത് നിങ്ങൾക്ക് ആരായിരുന്നു? ആ ബിയർഡഡ് മാൻ ആയിരുന്നു ഇമ്പോർട്ടൻ്റ് ആയ ആൾ. ആൻഡ് വാട്ട് യു ഡിഡ് ഫോർ ഹിം വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ്. അതുപോലെ അയാൾക്ക് എന്താണ് നിങ്ങൾ ചെയ്തത്? ആ മുറിവേറ്റ മനുഷ്യനെ കെയർ ചെയ്തു, ഡ്രസ്സ് ചെയ്തു, അതൊക്കെയാണ് അപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പ്രവൃത്തി. റിമെമ്പർ ദെൻ ദർ ഇസ് ഓൺലി വൺ ടൈം ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് നൗ. റിമെമ്പർ ദെൻ എന്നിട്ട് ഹെർമിറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്നുകൂടി ക്ലിയർ ആയി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ്? ദർ ഈസ് ഓൺലി വൺ ടൈം ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആകെ ഒരു സമയമേ ഉള്ളൂ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയത്. ഏതാണ്? ദാറ്റ് ഈസ് ടൈം ഈസ് നൗ. ഏത് ടൈമാണ്? നൗ, ഇപ്പോൾ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൈം. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി ടൈം വി ഹാവ് എനി പവർ ടു ആക്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടൈമാണ് എന്ന് പറയാൻ കാരണം ആ സമയത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പഴയ കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ പവർ ടു ആക്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഏതാണ്? അറ്റ് പ്രസൻറ്റ് ആണ്, നൗ ആണ്. ദ മോസ്റ്റ് നെസസറി പേഴ്സൺ ഈസ് ദ പേഴ്സൺ യു ആർ വിത്ത് എ പെർട്ടിക്കുലർ മൊമെൻറ്റ്. അതുപോലെ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആൾ എന്ന് പറയുന്നത് ഏതാണ്? നിങ്ങളുടെ കൂടെ ആ മൊമെൻറ്റിൽ, ഒരു അറ്റ് പ്രസൻറ്റിൽ നിങ്ങളുടെ കൂടെ ആരാണുള്ളത് അയാളാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ആൾ. ഫോർ നോ വൺ നോസ് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് വെദർ ഹി വിൽ മീറ്റ് എനി വൺ ഇൽസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ് ഈസ് ടു ഡു ഗുഡ് ദാറ്റ് പേഴ്സൺ ഗുഡ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആൾ എന്ന് പറയുന്നത് നിങ്ങൾ ആരുടെ കൂടെയാണോ അറ്റ് പ്രസൻറ്റിലുള്ളത് അയാളാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ബിസിനസ്, ഇമ്പോർട്ടൻ്റ് ആയ പ്രവൃത്തി എന്നുള്ളത് ആ നിങ്ങളുടെ കൂടെയുള്ള ആൾക്ക് നല്ലത് ചെയ്യുക എന്നതാണ്. ബിക്കോസ് വി വർ സെൻറ്റ് ഇൻ ടു ദിസ് വേൾഡ് ഫോർ ദാറ്റ് പർപ്പസ് ഓൺലി. കാരണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ടുള്ളത്, നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ലിയോ ടോൾസ്റ്റോയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ 6th 7th 8th CBSE ടെക്സ്റ്റ് ബുക്കിലെ ലിറ്ററേച്ചർ റീഡർ ബുക്കിലെ ചാപ്റ്റേഴ്സ് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതുകൂടാതെ ഗ്രാമർ പോർഷൻസ് ഓൾമോസ്റ്റ് 4th to 8th ക്ലാസ്സുകളിലുള്ള ഗ്രാമർ പോർഷൻസ് എല്ലാം മലയാളത്തിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. 1-2 ഫ്രണ്ട്സിന് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ കൂടുതൽ വീഡിയോസ് ഇടാൻ മോട്ടിവേഷൻ കിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.